ഹായ് ഫ്രണ്ട്സ്, ദിയ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം എങ്ങനെയാണ് പൊരിച്ചെടുക്കുന്നതെന്നാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് മൈദാപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് അരിപ്പൊടിയും കൂടെ ഉണ്ട്, മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏത്തയ്ക്ക ഇങ്ങനെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഒരേത്തയ്ക്ക നമുക്ക് നടുവേ മുറിച്ചിട്ട് അത് മൂന്നാക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ഈ പൊടിയിലേക്ക് നമ്മൾ കുറച്ച് ഏലക്ക എടുത്ത് പൊടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കണം. അതിനകത്തെ ആ പുറന്തോട് കളഞ്ഞിട്ട് നമുക്ക് പൊടി മാത്രം ചേർത്താൽ മതി. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ മൈദക്കകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ മൈദ, അരിപ്പൊടി, ഉപ്പ്, ഏലക്ക, പിന്നെ അതിലേക്ക് ഒരു 1.5 സ്പൂൺ പഞ്ചസാര, അതിലേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇതിനകത്ത് ചേർത്തേക്കുന്നത്. ഇത്രയും ചേർത്തതിന് ശേഷം ഒരു കപ്പിൽ ഇച്ചിരി വെള്ളം, 1 കപ്പ് വെള്ളം എടുത്ത് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് കട്ടയൊന്നും വരാതെ നോക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. വെള്ളം കൂടി പോകാതിരിക്കാനും നോക്കണം, വെള്ളം കുറഞ്ഞും പോകല്ല. ഇത് രണ്ടും സംഭവിച്ചാൽ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുന്നത് നമ്മൾക്ക് ഫെയിലായി പോകും. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒഴിക്കുക. ഇപ്പം ഞാനിപ്പോൾ എടുത്തതിനകത്തൊരു ശകലം വെള്ളം കൂടുതൽ, അപ്പോൾ നമ്മളൊരു ശകലം കൂടെ പൊടി ചേർത്തിട്ട് ഇളക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത്, നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എല്ലാം മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും ഉപ്പും എല്ലാം ഇതിലേക്ക് ചേരുന്നിടം വരെ നന്നായിട്ട് ഇളക്കി ചേർക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മളൊന്ന് നോക്കണം, അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയുണ്ടെന്ന് നോക്കണം. കൺസിസ്റ്റൻസി ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ ഇത്രയുമേ ആകാവൂ. ഇങ്ങനെ വരികയാണെങ്കിൽ ഓക്കെയാണ്. അതിനുശേഷം നമ്മളൊരു തവ അടുപ്പിലേക്ക് വയ്ക്കുക. തവ വെച്ചതിന് ശേഷം തവയിൽ വല്ല വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് ശകലം എണ്ണ ഒഴിക്കുക. എണ്ണ ആവശ്യത്തിനുള്ള എണ്ണ നമ്മൾ ഒഴിക്കണം. എണ്ണ ഒത്തിരി കുറഞ്ഞു പോയാലും ഈ ഏത്തക്കായിലേക്ക് എണ്ണ കയറി പിടിക്കും. സോ ഏത്തക്കായ്ക്ക് ആവശ്യമുള്ള എണ്ണ അതിലേക്ക് ഒഴിച്ച് ചൂടാക്കി എടുക്കണം. നമ്മളിത് ഏറ്റവും സിമ്പിളായ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണയൊന്നും അല്ല ഒഴിക്കുന്നത്, അല്ലാത്ത സൺഫ്ലവർ ഓയിലൊക്കെയാണ് ചേർക്കുന്നത്. പിന്നെ ഇത് ഇച്ചിരി ഈസിയാണ്. നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇച്ചിരി ഈസി ആയിരിക്കും. പിന്നെ നമ്മൾ ആ എണ്ണ ഒന്ന് നോക്കണം, അത് ചൂടായോ നോക്കണം. ചൂടായെങ്കിൽ നമ്മൾ ഏത്തക്ക എടുത്ത് ആ മാവിലേക്ക് മുക്കിയതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് നമ്മൾ പാനിലേക്ക് ഇടണം. പാനിലേക്ക് ഇടുമ്പോൾ നമ്മൾ കൈ പാനിനകത്ത് മുക്കാതിരിക്കാൻ വേണ്ടി നോക്കണം. നമുക്ക് ഫസ്റ്റിലൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് കൈയൊക്കെ പൊള്ളാനായിട്ട് ചാൻസ് ഉണ്ട്. അതൊക്കെ അങ്ങനൊന്നും ഉണ്ടാകാതെ ശ്രമിക്കണം. എന്നിട്ട് ഓരോ ഏത്തക്കയായിട്ട് നമ്മൾ മുക്കി മുക്കി ഈ പാനിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇടണം. ഇത് ഞങ്ങളുടെ ഇച്ചിരി വലിയ പാനാണ്. സോ ഇതിനകത്തൊരു ഇച്ചിരി എണ്ണ കൂടുതൽ വേണം. അപ്പം നമുക്ക് കൂടുതൽ എണ്ണവും അതിനകത്ത് ഇടാം. പിന്നെ ഏത്തക്കായ ആണെങ്കിലും വലിയ കട്ടിയില്ല. നമ്മൾ ഒരു ഹാഫ് എടുത്തിട്ട് അതിനെ 3ആയിട്ട് മുറിച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കഴിക്കാനും വളരെ ഈസി ആയിരിക്കും. എല്ലാം നമ്മൾ ഈ ഏത്തക്ക ഇട്ടതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ അടുപ്പിൻ്റെ ഫ്ലെയിം ഹൈയിൽ ഒരിക്കലും വെക്കല്ല, മീഡിയത്തിൽ മാത്രമേ വെക്കാവൂ. മീഡിയത്തിൽ വെക്കുവാണെങ്കിൽ കരിഞ്ഞു പോകത്തുമില്ല. നല്ല രീതിയിൽ നമുക്ക് ഒരു സൈഡ് മൂപ്പിച്ചെടുക്കുകയും ചെയ്യാം. എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ഒരു റെഡ് കളർ പോലെ ഒരു ചെറിയൊരു കളർ വ്യത്യാസം വരുമ്പോൾ നമ്മൾ ഇതിനെ തിരിച്ചിട്ട് കൊടുക്കണം. നന്നായിട്ട് എല്ലാ ഏത്തക്കായും ഓരോന്നോരോന്നായിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. നമ്മൾ ചിലപ്പം ഈ ഏത്തക്കായൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേർന്നിരിക്കുമായിരിക്കും. ഫസ്റ്റിലുണ്ടാക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഫെയിലായി പോകാം. അതൊന്നും ആരും വിഷമിക്കേണ്ട. നിങ്ങൾ 1-2 വട്ടം ചെയ്യുമ്പോഴത്തേക്ക് ഇത് പ്രാക്ടീസ് ആയിക്കോളും. സോ എല്ലാ ഏത്തക്കായും മൂക്കുന്നത് അനുസരിച്ച്, അതായത് ഒരു ബ്രൗൺ കളർ, ഒരു ഗോൾഡൻ കളർ വരുമ്പോഴാണ് തിരിച്ചിടേണ്ടത്. അപ്പം നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാം.
പിന്നെ നമ്മളിതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുന്നത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മളിതിൽ അരിപ്പൊടി ചേർക്കുന്നത് നല്ല ക്രിപ്സി ആയിട്ട് കിട്ടാനാണ്. അപ്പോൾ ഈ നമ്മൾ അരിപ്പൊടി ഇട്ട് ഒന്ന് കൂടി മിക്സ് ചെയ്ത് എടുക്കുവാണെങ്കിൽ നല്ല ഏത്തക്ക നല്ല ക്രിപ്സി ആയിട്ട് കിട്ടും. പിന്നെ ചിലരൊക്കെ ഈ ഇതിനകത്ത് എള്ളൊക്കെ ഇടുന്നവരുണ്ട്. നിങ്ങൾക്ക് എള്ളിടണമെങ്കിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എള്ളും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏലക്കായും എള്ളും ഒക്കെ ചേർത്ത് ഈ അരിയിലേക്ക് തന്നെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓരോ സൈഡും തിരിച്ച് നോക്കണം കേട്ടോ, കാരണം കരിഞ്ഞു പോകല്. കരിഞ്ഞു പോയാൽ പിന്നെ ഇത് കൊള്ളത്തില്ല, കഴിക്കാൻ പിന്നെ കൊള്ളത്തില്ലായിരിക്കും. അപ്പം നന്നായിട്ട് മൂത്തതിന് ശേഷം ഒരു ബ്രൗണിഷ് കളറ് ആയതിന് ശേഷം, ഇപ്പോൾ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്, അതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് രണ്ട് സൈഡും ഇതേപോലെ രണ്ട് സൈഡിലും നല്ല ബ്രൗൺ കളർ ആയതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് മാറ്റണം. ഇപ്പോൾ ഒരു സൈഡ് മാത്രം മൂത്തിട്ടുള്ളെങ്കിൽ മറ്റേ സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുക്കണം. രണ്ട് സൈഡും ബ്രൗണിഷ് കളറാകണം. ഞങ്ങളുടെ ഈ ഗ്യാസിൽ നിന്ന് ഒരു സൈഡിലെ നല്ല തീയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പകുതി ഭാഗം ബ്രൗണിഷ് ആയിട്ട് വരുന്നു, ഒരു സൈഡിലുള്ളത് ബ്രൗണിഷ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് സൈഡും ഇങ്ങനെ മാറി കുറേ നേരം എടുക്കുന്നത്. സോ നല്ലതായിട്ട് ബ്രൗൺ കളർ ഗോൾഡൻ കളർ ആയതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഞങ്ങൾ ടിഷ്യൂ എടുത്തിട്ടുണ്ട്. അതിലുള്ള എണ്ണ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് എടുത്ത് മാറ്റണം. ടിഷ്യൂ ഇടുവാണെങ്കിൽ അതിലുള്ള ഒരുപാട് എക്സസ് എണ്ണയൊന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ മാറിക്കോളും കേട്ടോ. അതിലേക്ക് ആ ടിഷ്യൂ ആ എണ്ണ എല്ലാം കൂടെ പിടിച്ചെടുത്തോളും. സോ നിങ്ങൾക്ക് ഒരു പ്ലേറ്റിലോ ഒരു പാനിലോ ഒക്കെ ടിഷ്യൂ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നമുക്ക് ഈ ഏത്തക്ക അതിലേക്ക് എടുക്കാൻ കഴിയും. അപ്പം നമ്മൾ ഓരോന്നായിട്ട് എടുക്കുകയാണ്. അത് നല്ല സോഫ്റ്റാണ്, ക്രിപ്സിയാണ്, നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല പഴുത്ത ഏത്തക്കായുമായിരുന്നു. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന നേന്ത്രപ്പഴം നല്ല പഴുത്തതാണെന്നുണ്ടെങ്കിൽ നല്ല രുചിയായിരിക്കും. ഞങ്ങൾക്ക് കിട്ടിയത് നല്ല മധുരമുള്ള ഏത്തക്കായുമായിരുന്നു. ഞങ്ങൾ ഇത് ഉണ്ടാക്കിയെടുത്ത ഒരെണ്ണമാണ്. അങ്ങനെ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ഇടുകയും പിന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ വീഡിയോകൾക്ക് വേണം. താങ്ക് യു സോ മച്ച്.